ഹായ് ഫ്രണ്ട്സ്, നമുക്ക് കർക്കിടക മാസത്തിൽ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് ട്രൈ ചെയ്യാം. നമ്മൾ സാധാ ഉപയോഗിക്കുന്ന ഭക്ഷണത്തിലും കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി നമുക്ക് ഫുഡ് തയ്യാർ ചെയ്യാം. വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഇഷ്ടമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ് ചെയ്യുന്നത്. ഇതിലോട്ട് നമ്മൾ ചുമയെ പ്രതിരോധിക്കാനായിട്ട് തിപ്പല്ലി, കുരുമുളക്, ജീരകം, ചുക്കുപൊടി, അതുപോലെ എള്ള് ഇവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ളൊഴികെ ബാക്കിയെല്ലാം നമുക്കതൊന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. അതിനുശേഷം 1.5 കപ്പ് പൊടിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് 3 കപ്പ് വെള്ളം അടുപ്പിൽ തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. അതിലോട്ട് ഉപ്പും കുറച്ച് നെയ്യും ചേർത്തിട്ട് നമ്മൾ വറുത്ത് പൊടിച്ച മരുന്നും ഇതിലോട്ട് ചേർക്കാം. ഇതിലോട്ട് 1.5 കപ്പ് വറുത്ത പൊടി ചേർത്ത് നമ്മൾ കൊഴുക്കട്ട തയ്യാറാക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് എള്ള് ചേർക്കുന്നുണ്ട്. എള്ളിൻ്റെ ഔഷധ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. ഇനി മധുരം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കരിപ്പെട്ടി ശർക്കര കുറച്ച് ഇതിലോട്ട് ചേർക്കാം. മധുരം വേണ്ടാത്തവർ ഒഴിവാക്കുക. അതിനുശേഷം എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് തേങ്ങ കുറച്ച് ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ കുഴച്ച് കൊഴുക്കട്ടയുടെ ഷേപ്പിലാക്കി ഉരുട്ടിയെടുക്കുക. ഏകദേശം ഒരു 18 കൊഴുക്കട്ട നമുക്ക് 1.5 കപ്പ് പൊടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. 10-15 മിനിറ്റ് സ്റ്റീം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെൽത്തി കൊഴുക്കട്ടകൾ റെഡി ആയിരിക്കും. ഈ മരുന്ന് നമ്മൾ ചേർക്കുന്ന മരുന്ന് വകകളെല്ലാം നമുക്ക് അളവ് കൂട്ടി ചേർക്കാം. തിപ്പല്ലി, കുരുമുളക്, ചുക്കുപൊടി ഇതെല്ലാം കഫക്കെട്ടിന് തടയുന്നതും അതുപോലെ ചുമയ്ക്ക് ഒരു ആശ്വാസമാണ്. ഇത് വരാതിരിക്കാനും നമുക്കിത് ഉപയോഗിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ നമുക്കിത് തയ്യാർ ചെയ്ത് ഉപയോഗിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. മറ്റ് റെസിപ്പീനേക്കാളും തയ്യാർ ചെയ്യാനും എളുപ്പമാണ്. ട്രൈ ഇറ്റ് ആൻഡ് സ്റ്റേ ഹെൽത്തി.